ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനിമേക്കിംഗ്. നമ്മളിന്ന് പറയാൻ നോക്കുന്നത് നറൂട്ടോ സീസൺ 1 എപ്പിസോഡ് 4 ആണ്. അപ്പോൾ എപ്പിസോഡ് 1, 2, 3 കാണാത്തവരുണ്ടെങ്കിൽ 16 മിനിറ്റിൻ്റെ ഒരു വീഡിയോ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ചെന്നിട്ട് വേഗം തന്നെ കണ്ടോ. അപ്പോൾ നമ്മുടെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് നമ്മുടെ 3 ചെക്കന്മാർ, ഓരോ സെൻസിമാരും ഓരോ ടീച്ചർമാരും വന്നിട്ട് ക്ലാസ്സിലെ ഓരോ 3 കുട്ടികളെ വീതം കൊണ്ടുപോയി. ഇനി നമ്മളെ ആരെ കൊണ്ടുപോകാൻ വരുന്നതെന്ന് വെച്ച് ഇവർ കാത്തിരിക്കുകയാണ്. ഇനി വരുന്ന ടീച്ചർക്കാണെങ്കിൽ ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് നറൂട്ടോയാണെങ്കിൽ വാതിൻ്റെ അവിടെ ഒരു ഡസ്റ്റർ വെക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് സാക്കുറ ഇഷ്ടമില്ലാത്ത മാതിരി കാണിക്കുന്നുണ്ടെങ്കിലും സാക്കുറക്കാണെങ്കിൽ ഇതും നല്ല രീതിക്ക് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ സെൻസ് കയറി വരും. സെൻസിൻ്റെ തലയിൽ ഡസ്റ്റർ തട്ടി ഡസ്റ്റർ താഴേക്കും. ഇത് കണ്ട് നറൂട്ടോക്കാണെങ്കിൽ വമ്പൻ സന്തോഷം. സാക്കുറ സോറി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സാക്കുറൻ്റെ ഉള്ളിലാണെങ്കിൽ വളരെയധികം സന്തോഷത്തിലാണ്. അപ്പം ഇതൊക്കെ കണ്ടിട്ട് സാസ്കെ പറയും പുവർ ബോയ്സ് എന്ന് പറഞ്ഞ്. സാസ്കെ ആണെങ്കിൽ അവിടെ തലക്കും കൈ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇവരുടെ സെൻസെ. അപ്പം ഈ സെൻസേൻ്റെ പേരാണ് കക്കാശി ഹട്ടാക്കെ. അപ്പം ഇവർ 3 പേരെയും കക്കാശി ഹട്ടാക്കെ പുറത്തോട്ട് കൊണ്ടുപോയിട്ട് പറയും, ആദ്യം നിങ്ങളാരാണ്, നിങ്ങളുടെ പേരെന്താണ്, നിങ്ങൾ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്നൊക്കെ പറയും. ഉദാഹരണത്തിന് ഞാൻ എന്നെ തന്നെ പറയാം. എൻ്റെ പേര് കക്കാശി ഹട്ടാക്കെ. എനിക്ക് ഇഷ്ടമുള്ളത് പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി നിങ്ങൾ പറയും. അപ്പം നറൂട്ടോ ചോദിക്കും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ പറയും, എന്നിട്ട് നമ്മൾ പറയാമെന്ന് പറയും. ഞാൻ ആരാന്നൊന്നും നിങ്ങൾ അറിയണ്ട, ഞാൻ കക്കാശി ഹട്ടാക്കെ, അത് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി, ഞാൻ നിങ്ങളുടെ മാസ്റ്ററാണ്, നിങ്ങളിത് പറഞ്ഞോളി എന്ന് പറയും. ഇത് കാണുമ്പോൾ കേൾക്കുമ്പോൾ നമ്മുടെ 3 പേർക്ക് കുറച്ച് കലി കയറും. നറൂട്ടോ ആണെങ്കിൽ ഫസ്റ്റ് തന്നെ പറഞ്ഞു തുടങ്ങും, ഞാൻ നറൂട്ടോ ഉസുമാക്കി, എനിക്കിഷ്ടം രാമൻ തിന്നലാണ്. ഓരോ നൂഡിൽസും വെച്ച് കമ്പയർ ചെയ്തിട്ട് ആ നൂഡിൽസിൻ്റെ ടേസ്റ്റ് നോക്കലാണ് എൻ്റെ മെയിൻ ഹോബി എന്നൊക്കെ പറയും. ഞാൻ ഏറ്റവും കൂടുതൽ പോവാറുള്ളതും ഇച്ചിരാക്കു രാമനിലാണെന്ന് പറയും. ഇതൊക്കെ കേട്ട് ഞാൻ കക്കാശി ചോദിക്കും, ഇനി സാക്കുറൻ്റെ ആഗ്രഹം എന്താണ്. സാക്കുറക്കാണെങ്കിൽ ഒരു 10-100 ആഗ്രഹങ്ങൾ ഇങ്ങനെ പറയും. അപ്പോൾ സെൻസെ ചോദിക്കും, എനിക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയുമെന്ന് പറയും. സാക്കുറ പറയും നറൂട്ടോനെയാണ് ഇഷ്ടമില്ലാത്തതെന്ന്. അത് കേട്ടാണെങ്കിൽ നറൂട്ടോൻ്റെ പിരി പോവും. അത് കഴിഞ്ഞ് സാസ്കെനോടാവും ചോദിക്കുക. സാസ്കെ പറയും, എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ ഉച്ചിഹ ക്ലാൻ അത് നിലനിർത്തുക, പുതുതായി കൊണ്ടുവരിക. എന്നെ ഉച്ചിഹ ക്ലാൻ നശിപ്പിച്ച് എല്ലാവരെയും എനിക്ക് പ്രതികാരം ചെയ്യുക. ആ ഉച്ചിഹ ക്ലാൻ നശിപ്പിച്ചവനെ ഞാൻ തന്നെ തീർക്കും. അങ്ങനെയുള്ള കുറച്ച് ആഗ്രഹങ്ങളുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നറൂട്ടോയും സാക്കുറൊക്കെ ആണെങ്കിൽ ഇതെന്താ സംഭവം എന്നാലോചിച്ച് അങ്ങനെ വട്ടായി നിൽക്കുകയാണ്. പിന്നെ ആണെങ്കിൽ കക്കാശി പറയും, എന്തായാലും നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത്, ഇനി എന്തായാലും നാളെയാണ് എക്സാമും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് എന്ത് എക്സാമാണെന്നൊക്കെ ചോദിച്ച് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ച് ഇവരെ പല്ലൊക്കെ അടിച്ച് തെറിപ്പിക്കണം എന്നാണ് നറൂട്ടോ വയ്ക്കണേ. അതൊന്നല്ല, നമ്മൾ സർവൈവൽ എക്സസൈസാണ് ചെയ്യേണ്ടതെന്ന് പറയും. ഇത് കേട്ട് 3 പേരും അന്തമാണ്. കാരണം ഇവർ വർഷങ്ങളായിട്ട് ഈ സർവൈവൽ എക്സസൈസ് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാളെ രാവിലെ തന്നെ 5 മണിക്ക് ഈ സർവൈവൽ എക്സസൈസും കാര്യങ്ങളൊക്കെ തുടങ്ങും. അതുകൊണ്ട് നിങ്ങൾ രാവിലെ തന്നെ ഭക്ഷണം ഒന്നും കഴിക്കാതെ വരണം. ഭക്ഷണം കഴിച്ച് വന്നാൽ നിങ്ങളെ വാലുമ തൂക്കി ഞാൻ എറിയുമെന്നൊക്കെ പറഞ്ഞ് കക്കാശി അവിടെ നിൽക്കുകയാണ്. ഇതിൽ വെറും 9 പേർ മാത്രമേ ജയിക്കുള്ളൂ, നിങ്ങൾ ജയിക്കാനാകെ 66% ചാൻസ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ നറൂട്ടോ ചെക്കൻ ചാടി ചോദിക്കും, എന്നാൽ പിന്നെ എന്തിനാ നമ്മൾ ഗ്രാജുവേറ്റഡ് ആയി എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. ഇത് കേട്ട് കക്കാശി പറയും, നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കാൻ നിൽക്കണ്ട, ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി, ഞാൻ പറഞ്ഞത് കേട്ട് അതുപോലെ നിൽക്കുക എന്നാണ് നിങ്ങളുടെ ആജ്ഞ. അതുകൊണ്ട് തന്നെ നാളെ രാവിലെ ഞാൻ അവിടെ ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരും അങ്ങോട്ട് വരിക എന്നൊക്കെ പറഞ്ഞ് കക്കാശി അവിടുന്ന് നേരെ പോകും. അപ്പം നറൂട്ടോ വിചാരിക്കും, എന്തായാലും എനിക്കിതിൽ ജയിക്കണം, പഠിപ്പിച്ചതിൻ്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ രാവിലെ തന്നെ ഒരു 3 പേരും ഗ്രൗണ്ടിലെത്തി സാറെ കാത്തിരിക്കുകയാണ്. മാസ്റ്റർ ആണെങ്കിൽ കുറച്ച് നേരം വൈകിട്ടാണ് വരുന്നത്. നിങ്ങളെന്തിനാ ഇത്രയും ലേറ്റ് ആയെന്ന് ചോദിക്കുമ്പോൾ ഒരു കറുത്ത പൂച്ച എൻ്റെ വട്ടം ചാടി, അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയത്. അതൊക്കെ എന്തായാലും പോട്ടെ, ഞാൻ ഉച്ചവരെ ഒരു ടൈം സെറ്റ് ചെയ്യും. അതിൻ്റെ ഉള്ളിൽ എൻ്റെ കയ്യിലുള്ള ഈ 2 മണികൾ നിങ്ങൾ തട്ടിയെടുക്കണം എന്ന് പറഞ്ഞിട്ട് കക്കാശി ആണെങ്കിൽ ടൈമർ സെറ്റ് ചെയ്യും.
ഈ ഉച്ചവരെ കൂടി ഫുഡ് കഴിക്കാതെ നിൽക്കണം എന്ന് കേട്ടപ്പോഴേക്കും ഇവരുടെ പിരി പോയി. കാരണം രാവിലെ ഫുഡ് കഴിക്കാതെ വരാൻ പറഞ്ഞു, ഇനി ഉച്ചവരെ കൂടി ഫുഡ് കഴിക്കാതെ നിൽക്കണം എന്നും കൂടി പറഞ്ഞു. അതിനുശേഷമാണ് ഇവർ ശ്രദ്ധിക്കുന്നത്, സാറെ കയ്യിലാകെ 2 മണിയല്ലേ ഉള്ളൂ, നമ്മൾ 3 പേരില്ലേന്ന് ചോദിക്കും. അപ്പോൾ സാറ് പറയും, ഈ 2 മണി എടുക്കുന്ന ആ 2 പേരാണ് ഇതിലെ വിന്നേഴ്സ്. മറ്റേ ആളെ ഒരു മരത്തിൽ കെട്ടിയിട്ട് അയാളെ മുമ്പിൽ ഇരുന്ന് ഞാൻ ഫുഡ് കഴിക്കും. എന്നതിന് ശേഷം ഇതിൽ നിന്ന് ടീമിൽ നിന്ന് ഒഴിവാക്കി യൂണിവേഴ്സിറ്റിയിലേക്ക് തിരിച്ചയക്കും എന്ന് പറയും. ഇത് കേട്ട് സാക്കുറ ആണെങ്കിൽ ഒന്ന് പേടിക്കും. അപ്പം നറൂട്ടോ ചോദിക്കും, ഇതെന്തിനാ നീ ഇങ്ങനെ പേടിക്കുന്നത്, നീ ഇത്ര വലിയ പേടിത്തൊണ്ടത്തിയാണോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ കളി സ്റ്റാർട്ട് ചെയ്യും. നറൂട്ടോ ആണെങ്കിൽ ഫസ്റ്റ് തന്നെ ഓടി വന്ന് എടുക്കാൻ നോക്കും. ബട്ട് കക്കാശി ആണെങ്കിൽ അവനെ മടക്കി ലോക്ക് ചെയ്ത് അവൻ്റെ കുണ്ണായി തന്നെ അവൻ്റെ തലക്ക് നേരെ വെക്കും. എന്നിട്ട് പറയും, ഞാൻ സ്റ്റാർട്ട് പറഞ്ഞാലേ ആവാൻ പറ്റുള്ളൂ എന്ന് പറയും. ഈ നറൂട്ടോൻ്റെ ആവേശം കണ്ടിട്ട് ഈ സാക്കുറയും സാസ്കെ ആണെങ്കിൽ ഞെട്ടി വെക്കും. ശേഷം മാസ്റ്റർ സ്റ്റാർട്ട് എന്ന് പറയും. 3 പേരും ഓടി രക്ഷപ്പെടും. പിന്നെ കാണിക്കുക നമ്മൾ 3rd ഹൊക്കാഗെയും ഇറുക്ക സെൻസേയുമാണ്. ഇറുക്ക സെൻസെ ചോദിക്കും, നറൂട്ടോയെ ആര് പഠിപ്പിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത്. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ടീച്ചറാണ് അവനെ പഠിപ്പിക്കുന്നതെന്ന് ഒരു റൂമർ കേട്ടു എന്ന് പറയും. അപ്പോൾ 3rd ഹൊക്കാക്കെ ഒരു ബുക്ക് എടുത്തിട്ട് അവൻ്റെ നേരെ നീട്ടും. ഇതിലെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടെന്ന് പറയും. ഈ കക്കാശി ഇതുവരെ ജയിപ്പിച്ചവർ റിജക്റ്റ് ചെയ്തവർ എല്ലാവരും ലിസ്റ്റ് കണ്ട് ഈ ഇറുക്ക സെൻസിൽ തന്നെ ഞെട്ടി വായും പൊളിച്ച് നിൽക്കുമായിരിക്കും. കാരണം അത്രയും തോന്നുന്നുണ്ടായിരുന്നു കക്കാശിൻ്റെ എല്ലാതും. പിന്നെ ഇവിടെ നമ്മൾ കക്കാശി ആയിരിക്കും കാണിക്കുക. നമ്മുടെ സാസ്കെയും സാക്കുറയൊക്കെ അവിടെ ഒളിച്ചു നിൽക്കുന്ന ടൈമിൽ കക്കാശി പറയും, നിങ്ങളൊക്കെ ഭയങ്കര സ്മാർട്ടാണല്ലോ, എനിക്ക് നിങ്ങളെ കണ്ടുപിടിക്കാനേ കഴിയുന്നില്ല, ഇങ്ങനെ പോയാൽ നിങ്ങൾ ജയിക്കും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നറൂട്ടോ ആണെങ്കിൽ കക്കാശീൻ്റെ മുമ്പിൽ നെഞ്ച് വിരിച്ച് നിൽക്കുകയാണ്. കക്കാശി എന്നിട്ട് നറൂട്ടോ പറയും, നിൻ്റെ ഒറ്റക്കണ്ണെ അടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞ് നറൂട്ടോ കക്കാശീൻ്റെ നേരെ ഓടി വരും. പക്ഷേ നറൂട്ടോ അങ്ങോട്ട് എത്തുന്നതിന് മുന്നേ തന്നെ നറൂട്ടോനോട് കക്കാശി ചോദിക്കും, നീ എന്നെ കൊല്ലാൻ പോവാണെന്ന് ചോദിക്കും. നറൂട്ടോ പറയും, നിന്നെ കൊല്ലല്ല, നിന്നെ ഓടിച്ചിട്ട് അടിച്ച് ഞാൻ 2 മണി സ്വന്തമാക്കുമെന്ന് പറയും. പിന്നെ നറൂട്ടോ ഓടുമ്പോൾ കക്കാശി തൻ്റെ പോക്കറ്റിൽ നിന്നൊരു സാധനം എടുക്കുന്നതിന് നറൂട്ടോ ഞെട്ടും. നോക്കുമ്പോൾ അതൊരു ബുക്കായിരിക്കും. അപ്പം നറൂട്ടോ, നീ എന്താ ആളെ കളിയാക്കാണോ ചോദിക്കുമ്പോൾ, നീ തല്ലാനല്ലേ വന്ന് തല്ലിക്കോന്ന് പറയും. നറൂട്ടോ ആണെങ്കിൽ വമ്പൻ ആക്ഷൻസൊക്കെ ഇട്ട് ഒരൊറ്റ അടി അടിക്കും. അതിൽ കക്കാശി ഒന്ന് താന്നിരിക്കും. നറൂട്ടോ ആണെങ്കിൽ 2ാമത്തെ അടി അടിക്കും, കക്കാശി ഒന്ന് ചാടും. 3ാമത്തെ അടിക്ക് കക്കാശിൻ്റെ പൊടി പോലും കാണില്ല. കക്കാശി ആണെങ്കിൽ അവൻ്റെ ബാക്കിലിരിക്കും. അപ്പോൾ സാക്കുറ പറയും, നിൻ്റെ ബാക്കിലുണ്ട് സൂക്ഷിക്കുകയെന്ന് പറയും. അപ്പോഴേക്കും കക്കാശി 2 വിരലുപയോഗിച്ച് ഒരൊറ്റ കൂത്ത് നറൂട്ടോ ആണെങ്കിൽ തെറിച്ച് പോയി അപ്പുറത്തെ വെള്ളത്തിൽ വന്ന് വികുന്നത് കാണിക്കും. അപ്പോൾ കക്കാശി നിസ്സാരക്കാരനല്ല എന്ന് സാക്കുറക്കും സാസ്കേക്കൊക്കെ മനസ്സിലാവും. നറൂട്ടോ ആണെങ്കിൽ കഷ്ടപ്പെട്ട് 4-5 തെറിയും വിളിച്ച് വെള്ളത്തിൻ്റെ അരിയിൽ കൂടെ നീന്തി വന്നിട്ട് 2 നിഞ്ച സ്റ്റാർ എടുത്ത് കക്കാശിൻ്റെ നേരെ എറിയും. കക്കാശി ആണെങ്കിൽ 2 വിരലുകൊണ്ടൊന്നും നോക്ക് പോലും ചെയ്യാതെ 2 നിഞ്ച സ്റ്റാറും 2 വിരലിലിട്ട് കളക്കും. പിന്നെ കാണിക്കുക നമ്മൾ ഇറുക്ക സെൻസ് ആയിരിക്കും. ഇറുക്ക സെൻസ് ആണെങ്കിൽ ഇവൻ്റെ സ്കിൽസും ഇവൻ്റെ പ്രാക്ടീസ് അങ്ങനെ എഴുതും ഭയങ്കര ഡിഫിക്കൽട്ടാണെന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ 3rd ഹൊക്കാക്കെ പറയും, അതിനുവേണ്ടി തന്നെയാണ് ഞാൻ നറൂട്ടോനെ അവൻ്റെ അടുത്തേക്ക് അയച്ചതെന്ന് പറയും. ഇവിടെ നമ്മൾ നറൂട്ടോനെ നോക്കുമ്പോൾ നറൂട്ടോ ആണെങ്കിൽ ക്ഷീണിച്ച് വയ്യാതെ അങ്ങനെ അവസാനം കരയിലേക്ക് കയറി വരികയായിരിക്കും. ഇങ്ങനെ പോയാൽ നിനക്ക് ലഞ്ചും കിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് കിട്ടില്ല, ഒന്നും കിട്ടില്ല എന്ന് പറയുമ്പോൾ നറൂട്ടോ പറയും, എനിക്ക് ഭാവിയിൽ എന്തായാലും വലിയൊരു ഹൊക്കാഗെയാണ്, അതുകൊണ്ട് നിൻ്റെ കുത്തുവാക്കുകൾ കേട്ട് ഞാൻ ഒരിക്കലും പതറില്ല എന്ന് പറയും. ഇവിടെ ആണെങ്കിൽ സാക്കുറ ആണെങ്കിൽ രാത്രിയും ഭക്ഷണം കഴിച്ചില്ല, രാവിലെയും ഭക്ഷണം കഴിച്ചില്ല, ആകെ തളർന്ന് നിൽക്കുമ്പോൾ നറൂട്ടോക്ക് അത് കാണുമ്പോൾ വീണ്ടും ആവേശം കൂടും. നറൂട്ടോ ആണെങ്കിൽ കുറച്ച് ക്ലോണുകളെ സൃഷ്ടിച്ചിട്ട് എയറിൽ ചാടി വരും. വെള്ളത്തിൻ്റെ അടിയിൽ നിന്നാണെങ്കിൽ പൊന്തി വന്നിട്ട് കക്കാശിൻ്റെ നേരെ ഉയർന്നു ചാടും. ഇതൊക്കെ കണ്ട് കക്കാശിയും സാക്കുറയും എല്ലാവരും 1 സെക്കൻഡ് ഫ്രീസായി പോവും. കാരണം കക്കാശിക്ക് പോലും ഇപ്പോൾ അറിയില്ല ഇതിൽ ഏതാണ് റിയൽ നറൂട്ടോ എന്ന്.
ഇതിൽ ഏതാണ് നാറൂട്ടോ എന്ന് നോക്കി നിൽക്കുന്ന ടൈം തന്നെ കറക്റ്റായിട്ട് നാറൂട്ടോ ബാക്ക് കൂടെ വന്നിട്ട് കക്കാശീൻ്റെ പുറത്തേക്ക് അള്ളിപ്പിടിക്കും. ഇത് കൂടാതെ ബാക്കിയുള്ള എല്ലാ നാറൂട്ടോകളും കൂടി വന്ന് കക്കാശീൻ്റെ മേത്തേക്ക് ഫുള്ള് വന്നിട്ട് റിയൽ നാറൂട്ടോ ആണെങ്കിൽ ചാടി വന്ന് കക്കാശിയുടെ മേത്ത് ഒരൊറ്റ അടി അടിക്കും. ഇതൊക്കെ കണ്ട് സാക്കുറ എന്ന് പറയുമ്പോൾ ചോര തെറിക്കും. ഇത് കഴിഞ്ഞിട്ട് നറൂട്ടോ ആണെങ്കിൽ നേരെ നോക്കുമ്പോൾ ഓൻ അടിച്ചതാണെങ്കിൽ ഒരു നറൂട്ടോനെ തന്നെയാണ്. ഇത് കണ്ടിട്ട് നറൂട്ടോ വിചാരിക്കും കക്കാശി നറൂട്ടോൻ്റെ വേഷത്തിൽ മാറിയതാണെന്ന് പറഞ്ഞിട്ട് അടിപിടി കൂടാൻ തുടങ്ങും. അപ്പോൾ പിന്നെയാണ് നറൂട്ടോക്ക് മനസ്സിലാവുക ഇവനെ പിടിക്കുന്ന ടൈം കൊണ്ട് കക്കാശി അപ്പുറത്തെ മരത്തിന് മുകൾക്ക് പോയിന്ന് ഉള്ള സകലമാന അടി ഇങ്ങോട്ട് മുഖത്ത് തേനീച്ച കുത്തി നിൽക്കണ മാതിരിയാണ് നറൂട്ടോ നിൽക്കുക. ഇതൊക്കെ കണ്ടിട്ടാണെങ്കിൽ നമ്മുടെ സാസ്കെ ഓനെ കുറച്ച് കുറ്റം പറഞ്ഞിട്ട് ശരിക്കും നടന്നത് എന്താണെന്ന് പറയും. ഇവൻ തല്ലിക്കൊണ്ട് നിൽക്കുമ്പോൾ കക്കാശി ആണെങ്കിൽ നേരെ ചെന്ന് മരത്തിൻ്റെ വക്കിൽ ഒളിച്ച് വന്ന് സാസ്കേക്ക് മനസ്സിലാവും. ഇതറിയാതാണെങ്കിൽ നറൂട്ടോക്കുള്ള അടി മുഴുവൻ കിട്ടും ചെയ്യും. അപ്പോൾ നിലത്തൊരു ബെല്ല് കിടക്കുന്നത് കാണും. നറൂട്ടോ ആണെങ്കിൽ ബെല്ല് കിട്ടി എന്നും പറഞ്ഞ് ചാടി വന്ന് ബെല്ല് എടുക്കാൻ നിൽക്കുമ്പോൾ തന്നെ അവൻ്റെ കാല് നേരെ പൊന്തി മരത്തിൻ്റെ മുകളിൽ തൂങ്ങിയാടും. സാസ്കേക്ക് അപ്പം തന്നെ മനസ്സിലായിരുന്നു ഇതൊരു ട്രാപ്പാണെന്ന്. പക്ഷെ നറൂട്ടോ പാവം അവനക്ക് മനസ്സിലാവാതെ അവൻ മരത്തിന് മുകളിൽ തൂങ്ങിക്കിടന്ന് ബെല്ലിൻ്റെ നേരെ കൈകൊണ്ട് കാണിക്കുകയാണ്. സാസ്കെ ഇത് കണ്ടിട്ടാണെങ്കിൽ ഇവൻ എന്തൊരു പൊട്ടനാണെന്ന് ആലോചിക്കും. കക്കാശി ആണെങ്കിൽ നൈസായിട്ട് വന്നിട്ട് അവൻ്റെ ബെല്ലെടുത്ത് അവൻ തന്നെ കയ്യിലേക്കും പിടിക്കും. നീ എന്താ വിചാരിച്ചത് ഇത്ര സിമ്പിളായിട്ട് ഈ ബെൽസ് എടുക്കാമെന്നാണോ? അതൊരിക്കലും ശരിയല്ല. എനിക്ക് ഒരിക്കലും കിട്ടില്ല. ഒരു നിഞ്ചയാകുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മുമ്പിലുള്ള ചതിക്കുഴികളാണ്. ഒരിക്കലും ഒരു ചതിയിലും പെടരുതെന്നൊക്കെ പറഞ്ഞ് കക്കാശി അങ്ങനെ നിൽക്കുകയായിരിക്കും. ഇതൊക്കെ കേട്ട് നറൂട്ടോക്കാണെങ്കിൽ അവൻ്റെ വെറുപ്പ് ഒരു 5-6 ഇരട്ടിക്ക് കൂടും. ഇതൊക്കെ കേട്ട് സാസ്കെ ആണെങ്കിൽ അന്തം വിട്ട് നിൽക്കുമായിരിക്കും. നറൂട്ടോ ആണെങ്കിൽ ഒരുപാട് അവിടെ കിടന്ന് വർത്തമാനം പറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ സാസ്കെ ആണെങ്കിൽ ഒരു 10 രൂപ കുനായി എടുത്ത് കക്കാശിനെ നേരെ എറിയും. കക്കാശി ആണെങ്കിൽ സ്ലോ മോഷനിൽ ചോര തെറിച്ച് കക്കാശി അവിടെ വീകുമ്പോൾ നറൂട്ടോ ആയിരിക്കും ഇതെങ്ങനെ കക്കാശി ഇത്ര പെട്ടത് വീണോ എന്ന് ചിന്തിച്ച് നിൽക്കുന്നതോടുകൂടി ഇന്നത്തെ ഈ 4th എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എപ്പിസോഡ് ഇഷ്ടപ്പെട്ടതായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ കൊണ്ട് പറ്റുന്ന എല്ലാ സംഭവം ചെയ്യുക. അതുകൊണ്ട് ഇറ്റ്സ് മീ ആനിമി കിങ്. പാർട്ട് 5 കാണാൻ മറക്കല്ലേ.